ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ശരത്തേട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഈ നോർത്ത് ഇന്ത്യക്കാരായിട്ടുണ്ട്. അപ്പോൾ മിക്കതും നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഈ ചപ്പാത്തിക്കും അല്ലെങ്കിൽ നാനിനും പൊറോട്ടയ്ക്കും നമ്മളുടെ ഗീ റൈസിനുമൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡിഷുകൾ അവർ കൂടുതലും ജീര റൈസൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കൂടെ പോകുന്ന ഒരുപാട് ഡിഷസ് അവർക്ക് അറിയാം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ഹണ്ടി ചിക്കൻ എന്നാണ്. അപ്പോൾ ഹണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺപാത്രത്തിനെയാണ് ഹണ്ടി എന്ന് പറയുന്നത്. അതൊരു ഹിന്ദി വേർഡാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മൺപാത്രം അല്ലെങ്കിൽ നമ്മുടെ കോപ്പർ പാത്രങ്ങളിൽ തയ്യാറാക്കിയെടുക്കുന്ന വളരെ സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ മൺപാത്രത്തിലൊക്കെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിത് നമ്മുടെ മൺപാത്രത്തിലും നോൺ സ്റ്റിക്ക് പാത്രത്തിലും പിന്നെ നമ്മളുടെ സാധാരണ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയിലും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും സമയം വളരെ കുറവ് മതി എന്ന് തോന്നിയിട്ടുള്ളത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ്. ഇന്നത്തെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കൊന്നിനും സമയമില്ല അല്ലേ. കൂടുതൽ പേരും വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പണ്ടത്തെ മാതിരി അടുക്കളയിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ഇഷ്ടം കാണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കി നോക്കിക്കൂടാ അല്ലേ. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ മൺപാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും കളയാതെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്ത് കാര്യവും നമ്മൾ മനസ്സിരുത്തി ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അധികം കത്തി വെക്കേണ്ട, നമുക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഹണ്ടി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹണ്ടി ചിക്കൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹണ്ടി ചിക്കനോ ചിക്കൻ ഹണ്ടിന്നോ ഒക്കെ പറയാം, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സെമി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് പെരണ്ട് വരുന്ന തരത്തിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നീട്ടിയിട്ട് കുറച്ച് തിന്നായിട്ടുള്ള ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സെമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവി ആണെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായം നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ നാനും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് സെമി തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നന്നായിട്ട് ഉണ്ടാവാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കത്തി ഇങ്ങനെ തുടരാതെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള സവാളയാണ്. അപ്പോൾ സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ആയിരുന്നു. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും 2 എണ്ണമാണ് വേണ്ടത്. പുളിപ്പുള്ളതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കറി പുളിപ്പ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തക്കാളി എടുക്കുമ്പോൾ നല്ല ചുവന്ന് തുടുത്ത പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇവിടെ നമ്മളുടെ ഗ്രീൻ ചില്ലിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ സൈഡ് ചരിച്ചിട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടുണ്ടാവും. പിന്നെ മല്ലിയില 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ ഇഞ്ചിയാണ്. ഇത് ഇഞ്ചിയാണ്. അത് ഞാനിങ്ങനെ നീളനെ കനം കുറച്ചിട്ട് ഒരു വിരലിൻ്റെ 2 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ വേണ്ടത് യോഗട്ട് അല്ലെങ്കിൽ കേട്, കട്ടത്തൈര്. അതിങ്ങനെ കട്ട ഉടച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കറീനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് പൊടികളും കൂടി വേണം. അപ്പോൾ അത് കറി തയ്യാറാക്കുന്ന നേരത്ത് ഞാൻ അതിൻ്റെ അളവും മറ്റു കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നമ്മളുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഒരു ഷാലോ ഫ്രൈ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം മതി. ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ പീസസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി നന്നായിട്ടുണ്ടായിരിക്കുക ബോൺലെസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ചിക്കനും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 4-5 മിനിറ്റ് മതി കേട്ടോ. ഈ ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഈ ചിക്കൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ അത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറായിട്ട് മാറുന്നത്. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നോക്കിക്കേ, നമ്മുടെ ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറിലേക്ക് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ആഴത്തിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള പാൻ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തതിൽ നിന്നും ബാക്കിയുള്ള എണ്ണ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഇച്ചിരിക്കോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കുറച്ച് അംശം വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് ചൂടാവണം. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസുള്ള സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോ ടു മീഡിയം ഹീറ്റിൽ തീ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടിയിട്ടിട്ട് അതിനെ കരിക്കാനൊന്നും നോക്കരുത്. പതുക്കെ സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് ഒരു 5-6 മിനിറ്റോളം നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇത് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. ഇതും ഒരു 5 മിനിറ്റോളം സമയം എടുക്കുന്നതാണ്. തക്കാളി ഉടഞ്ഞ് നന്നായിട്ട് കുക്കായിട്ട് വരുന്നവരേക്കും ഇതിനെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിക്ക് തവി വെച്ചിട്ട് ഉടച്ച് നോക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ചിക്കനും നമ്മളുടെ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് പെരണ്ട് വരുന്ന മാതിരി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 10 മിനിറ്റോളം നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ മാത്രമല്ല ചെയ്തത്, ഒരു 5 മിനിറ്റ്. ഇനി ഇതിൽ കിടന്നിട്ട് വേണം ബാക്കി ചിക്കൻ്റെ വേവ് ആവാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് വരയ്ക്കാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്.
ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് ഇത് നന്നായിട്ട് കുക്കായി എന്നാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടയെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന പുളിയില്ലാത്ത കട്ടത്തൈര് കേട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം കേടാണ്. അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റോളം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂടി മാറ്റുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സെമി തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് വെള്ളം മതി. നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് താല്പര്യമെങ്കിൽ 1 കപ്പിന് പകരം 1/4 കപ്പോളം ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ആദ്യത്തെ തിള വരണം. ആ സമയത്ത് നമുക്ക് ഇതിനെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല സെമി തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കസൂരി മേത്തി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തീ കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ കസൂരി മേത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഹീറ്റ് കൂടരുത്, അപ്പോൾ ഇത് ബേൺ ആയി പോവും. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പം നന്നായിട്ട് അത് പൊടിഞ്ഞു കിട്ടും. ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അത് നന്നായിട്ട് കുക്കായി എന്നാണ്. ഇനി നമ്മൾ ഇതിലേക്ക് തെരുതെരുപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടി ഒരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1/2 സ്പൂണോളം ഗരം മസാല പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കസൂരി മേത്തിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ ചേർത്താൽ. അത് അപ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് 2-3 എണ്ണം ചെരിച്ച് കട്ട് ചെയ്തതാണ്. അതും അതുപോലെ തന്നെ നീളനെ കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ഫ്രഷ് ക്രീം അമൂലിൻ്റെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം 1 മിനിറ്റോളം ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കണം. 1 മിനിറ്റിന് ശേഷം നമുക്ക് 1 സ്പൂണോളം മല്ലിയില ഒരു ഭംഗിക്ക് അതിൽ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കറി റെഡി ആയിട്ട് കഴിഞ്ഞു. നല്ല ക്രീമി ടെക്സ്ചറുള്ള നല്ല സെമി തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ മൺപാത്രത്തിലും മറ്റേ കോപ്പർ പാത്രത്തിലും ഒന്നല്ലല്ലോ ചെയ്തത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിവിടെ ഒരു കോപ്പറിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കറീനെ ഒന്ന് വിളമ്പിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറന്നു പോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.